അപ്പോൾ ടയർ ഫ്ലോറിൽ മുട്ടുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം 4 നെട്ടുകളാണ് ഇതിന് വരുന്നത്. നമ്മളെ കമ്പനി സ്പാനർ വെച്ചിട്ടാണ് നമ്മളിത് ലൂസ് ചെയ്യുന്നത്. ആദ്യം പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഊരിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മാക്സിമം ഒന്ന് ലൂസ് ചെയ്ത് വെക്കുക. എല്ലാ നെട്ടുകളും ആൻറ്റി ക്ലോക്ക് വൈസിലാണ്, ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൂസ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജാക്കി ഇപ്പോൾ നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ കമ്പനി തന്നിട്ടുള്ള ലിവറോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് പൊന്തിക്കാൻ വേണ്ടി പറ്റും. അപ്പം മാക്സിമം ആ ഒരു ഗ്യാപ്പിൽ പൊന്തിച്ച് വെക്കുക. ഇതാണ് നമ്മുടെ ജാക്ക് പോയിൻ്റ് വരുന്നത്. ബാക്ക് വീലിൻ്റെ ജാക്ക് പോയിൻ്റ് ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ നമ്മൾ കറക്റ്റ് ജാക്ക് പോയിൻ്റ് കറക്റ്റ് വെക്കുക, എന്നിട്ട് മാക്സിമം പൊന്തിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഫ്രണ്ട് ടയറിന് എന്തെങ്കിലും ഒരു കട്ടയോ കാര്യങ്ങളോ ഒന്ന് വെക്കുന്നത് നല്ല തന്നെയാണ്. അപ്പോൾ 1 ഇഞ്ച് കനത്തിൽ, അതായത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ടയറിൻ്റെ താഴ്ന്ന ഫ്ലോറിൽ നിന്ന് ടയറിലേക്കുള്ള ഗ്യാപ്പ് 1 ഇഞ്ച് കനത്തിലൊന്ന് പൊക്കി വെക്കുക. അത് ജസ്റ്റ് നമുക്ക് ടയർ ഊരിയിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ 4 നട്ടുകളാണ് വരുന്നത്. 4 നട്ടുകളും ഇതുപോലെ ഊരിയെടുക്കാം. അപ്പോൾ അഡീഷണലായിട്ട് നമ്മൾ ഒരു ടയർ വണ്ടിയുടെ അടിവശത്തായിട്ട് വെക്കുന്നുണ്ട്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലോറ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം, നമ്മളെ ജാക്ക് വെക്കുന്ന ആ ഒരു ഏരിയ. അതുപോലെ തന്നെ ഇവിടെ ഒരു സേഫ്റ്റി പിന്ന് വരുന്നുണ്ട്. അത് നമുക്ക് കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് ബെൻഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഊരിയെടുക്കുമ്പോഴും എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇത് ഇടാനും മറക്കരുത്. നമ്മൾ ഈ ഒരു നട്ട് 22 സ്പാനർ വെച്ചിട്ടാണ് ഇത് അയക്കുന്നത്. അപ്പോൾ റിങ് സ്പാനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ WD-40 നല്ല ടൈറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് WD-40 അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൗണ്ടോട് കൂടിയിട്ട് അഴിഞ്ഞു വരുന്നതാണ്. നോർമൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അടിയിൽ നമ്മളൊരു സേഫ്റ്റിക്ക് ഒരു സ്റ്റെപ്പിൻ്റെ ടയർ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഒരു നെട്ടിട്ടതിന് ശേഷം ഹാമർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ നമ്മുടെ ബോഡിക്കും ജസ്റ്റ് ഒന്ന് 2-3 വട്ടം ഹാമറിനോട് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ടും കിട്ടുന്നില്ല എന്നുള്ള കണ്ടീഷനാണെങ്കിൽ, മാക്സിമം കിട്ടേണ്ടതാണ്, എന്നിട്ടും കിട്ടുന്നില്ല എന്നുള്ള കണ്ടീഷനാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മുടെ ഒരു ടയർ എടുത്തിട്ട് ഫിറ്റ് ചെയ്യുക, 2 നട്ടുകൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർ ടൈറ്റ് ചെയ്യേണ്ട, നമ്മളെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഓവർ ടൈറ്റ് ചെയ്യുന്നത്. നമുക്കിത് അഴിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ 2 നെട്ടിടുക, സ്പാൻഡ് വെച്ചിട്ട് ഒരു അഴിയാത്ത രീതിയിൽ, ജസ്റ്റ് ഒന്ന് ഷെയ്ക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമുക്കിത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പുള്ളറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലാവുന്നില്ലെങ്കിലാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പിന് ടയറാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പിന് യൂസ് ചെയ്താൽ മതി. അപ്പം ജസ്റ്റ് 2 തട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വീലൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. 2 തട്ട് കൊടുക്കുക, ഒന്ന് വീലൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഹാൻഡ് ലിവർ ജസ്റ്റ് നമുക്കൊന്ന് ഈ ടൈമിൽ നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ വീൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക, 2 അടി കൊടുക്കുക. നമ്മൾ ടയറിനല്ല, ആ ഒരു മെറ്റലിൻ്റെ ആ ഒരു റിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ അടി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ റൊട്ടേഷൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ക്കായി വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഈസിയായിട്ട് ഇതുപോലെ ഊരി മാറ്റാം. അപ്പോൾ നമ്മൾ ടയർ ഊരി മാറ്റിയിട്ടുണ്ട്. സാൻഡ് പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മുടെ കൊറോഷൻ നല്ല തുരുമ്പുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ, നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇവിടെ സാൻഡ് പേപ്പേഴ്സ് അല്ല, നമ്മൾ സ്ക്രബ്ബറാണ്, പാത്രം പിടിക്കുന്ന സ്ക്രബ്ബറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്ക്രാച്ച് വരും, നമ്മൾ തരി കുറഞ്ഞ സാൻഡ് പേപ്പേഴ്സ് യൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഡ്രമ്മിൻ്റെ ബ്രേക്ക് ഷൂ ഒക്കെ വരുന്നുണ്ട്. ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ മാറ്റുന്നില്ല, ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഏതായാലും ഊരിയ സ്ഥിതിക്ക് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഡീസൽ വെച്ചിട്ട്. അതുപോലെ തന്നെ WD-40 എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലാണ്ട് മണ്ണെണ്ണ ഉണ്ടെങ്കിൽ മണ്ണെണ്ണയും യൂസ് ചെയ്യാം. ഇതുപോലെ ഡീസൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ WD-40 യൂസ് ചെയ്യാം. WD-40 എക്സ്പെൻസീവാണ്. ഇതുപോലത്തെ മെറ്റലിൻ്റെ ബ്രഷ് വരുന്നുണ്ട്, മെറ്റലിൻ്റെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം.
അപ്പോൾ എല്ലാ ഏരിയയും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പെയിൻറ്റും കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ പെയിൻറ്റ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പം ലൈനേഴ്സ് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഷൂ. അപ്പോൾ എല്ലാ ഏരിയയും നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മളെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം ഓയിൽ, ഈ ജോയിൻസ് ഒക്കെ വരുന്നുണ്ട്, എല്ലാ ജോയിൻറ്റും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ ജോയിൻസിലും നമ്മൾ ഓയിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നമ്മളെ ബ്രേക്ക് ഷൂവിൻ്റെ മുകളിലാവാൻ വേണ്ടി പാടില്ല, ആയിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് തുടക്കുക. അപ്പോൾ ഓരോ പോയിൻറ്റ്സിലും ഇവിടെ ഓരോ പോയിൻ്റ് വരുന്നുണ്ട്, ആ ഓരോ പോയിൻറ്റിലും നമ്മൾ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് എൻജിൻ ഓയിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, ബ്രേക്ക് ഷൂവിൻ്റെ മുകളിൽ ആവാനേ പാടില്ല. അഥവാ ചിലപ്പോൾ നമ്മൾ കുറച്ച് ബ്രേക്ക് ചിലപ്പോൾ കുറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യാം, അത് ഇതിൻ്റെ മുകളിൽ ഓയിൽ കണ്ടൻറ്റ് ആയിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ തോന്നുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഈ ലൈനേഴ്സിൻ്റെ മുകളിൽ ഓയിലൊന്നും ആവാത്ത രീതിയിൽ നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാൻഡ് പേപ്പേഴ്സ് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതായത് നല്ല മിനുസുള്ള പ്രതലായിരിക്കും ബ്രേക്ക് ഷൂവിൻ്റെ മുകളിൽ, അതായത് ഈ കട്ട, ലൈനേഴ്സിൻ്റെ കട്ടയാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് പെയിൻറ്റ് ബാക്കിയുണ്ടായിരുന്നു, ആൻറ്റി കൊറോഷൻ പെയിൻറ്റ് നമ്മളെ കയ്യിൽ, നമ്മളെ ഫ്ലോറിലൊക്കെ അടിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സാൻഡ് പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്യാം, നമ്മളിവിടെ ആക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന പോലെയല്ല, ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കാലയൊക്കെ ഇട്ട് കൊടുക്കുക, അപ്പോൾ കുറച്ച് റഫായിട്ടുണ്ടാവും ഇത്. അതിന് ശേഷം നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ബോൾ ബെയറിംഗ് ഒക്കെ വരുന്നുണ്ട്, ബോൾ ബെയറിങ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഉള്ളിലും പുറത്തും നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഡ്രമ്മിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഊരിയെടുത്ത ആ സ്ഥലത്ത് വരുന്ന ആ ഒരു പോയിൻറ്റിലും കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബോൾ ബെയറിങ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും, അത് വേറെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതടക്കം അഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കറക്റ്റ് ബ്രേക്കിംഗ് കിട്ടില്ല, അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിലും ബ്രേക്കിംഗ് കിട്ടില്ല. അപ്പോൾ ഇത് കയറ്റി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമ്മൾ ഹാമർ കൊണ്ട് മുട്ടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ. അതിന് ശേഷം നമുക്ക് ടയർ ഫിറ്റ് ചെയ്യാം, ജാക്കി മാറ്റാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.